ലാൽകുമാർ, ഗവർണർ മുൻപിലേക്ക് ചീഫ് സെക്രട്ടറിയും DGPയും വരില്ല എന്ന് മുഖ്യമന്ത്രി തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടൊരു സംവിധാനം ഭരണഘടന അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് തീർത്ത് പറയുകയാണ് മുഖ്യമന്ത്രി. നിശ്ചയമായി വളരെ ആർജവത്തോടുകൂടിയുള്ള തീരുമാനമാണ്. കാര്യം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെയാണ് തെരഞ്ഞെടുപ്പിൽ വഴി ഈ ജനം ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്, ഗവർണറെ അല്ല. ഗവർണർ സംഘപരിവാറിന്റെ ഏജൻസിയുള്ള ഒരാൾ മാത്രമാണ്. ഇവിടെ വന്ന് അദ്ദേഹം കാണിക്കുന്ന തോന്നിവാസങ്ങൾ നമ്മൾ പലതും അങ്ങ് സഹിച്ചു നിൽക്കുകയാണ് പലപ്പോഴും ചെയ്യുക. ഏത് ഭരണഘടനാപരമായ പ്രൊവിഷൻ അനുസരിച്ചാണ് അദ്ദേഹം ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുന്നത്? ഏത് ഭരണഘടനാപരമായ പ്രൊവിഷൻ പ്രകാരമാണ്? അദ്ദേഹം എന്നത് ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് മാത്രമാണ്. റിയൽ എക്സിക്യൂട്ടീവ് എന്നത് ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർക്ക് ഒരു ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ ഗവർണറുമായി. ഭരണകാര്യങ്ങൾ ഈ പറയുന്ന ഗവർണറെ ബ്രീഫ് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ആ ബാധ്യത മാത്രമേ ഉള്ളൂ. ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഈ ഗവർണറുടെ ജോലി he shall work under the aid and advice of the council of ministers. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി. അത് കൂടാതെ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിനുണ്ട്. അത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട സംസ്ഥാനവും കേന്ദ്രവുമായി ഭിന്നത വരുന്ന രീതിയിലുള്ള ബില്ലുകളാണോ അങ്ങനെയുള്ളത് പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ചീഫ് സെക്രട്ടറിയെയും SP ഒക്കെ വിളിച്ച് എന്നാ ഇന്ന് എന്റെ അടുക്കിലോട്ട് വാ, ഞാൻ പറയുന്നത് കേട്ടോ എന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഭരണഘടനാപരമായി ഇല്ല. അതെ, അദ്ദേഹം കുറെ നാളുകളായി വേറെ ഏതോ ലോകത്താണ്. അദ്ദേഹം വിചാരിച്ചു ഇത്രയും ഈ രാജ്യത്ത് മനു ഒരു കാര്യം എടുക്കുക. താങ്കൾ മാധ്യമ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. നമ്മൾ തമ്മിൽ തന്നെ സഹകരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത്രയും ചുരുങ്ങിയ ചരിത്രം എടുത്താൽ തന്നെ ഇന്ത്യയുടെ ഈ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവർണർ റോഡിലിറങ്ങി നിന്നതിന്റെ ചരിത്രം വേറെ ഏതാണുള്ളത്? റോഡിലിറങ്ങി വാർത്താ സമ്മേളനം നടത്തുന്ന വേറൊരു ഗവർണർ പറയൂ? ഇന്ത്യയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന നമ്മൾക്ക് ഏറ്റവും എതിർപ്പുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളല്ലേ BJPയുടെ ശ്രീധരൻപിള്ള സാറ്. ശ്രീധരൻപിള്ള സാർ ഇപ്പൊ ഗവർണറാണ്. അദ്ദേഹം ഇപ്പൊ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടോ? അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വ്യക്തമായി ഒരു രീതിയിലാണ് പോകുന്നത്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായി പൂർണ്ണമായി എതിർപ്പുള്ളപ്പോഴും അദ്ദേഹം ആ പദവിയുടെ മാന്യത കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് BJPക്കാരെക്കാട്ടിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ BJPയുടെ അധ്യക്ഷനെക്കാട്ടിലും കൂടുതൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ടേം കണ്ടിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാലാവധി അവസാനിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷവും അദ്ദേഹം നിൽക്കുന്നത്. അതെ, ഞാൻ ചേർത്ത് വായിക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് അദ്ദേഹം ഇപ്പൊ ലക്ഷ്യമാക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അമിത്ഷായെ മോഡിയെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് ഇങ്ങനൊരാളെ വിളിക്കുന്നു. അപ്പൊ ഒരു തർക്കമായി. അപ്പൊ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെ ബാക്ക്ഫുട്ടിലാക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഇടപെടുന്ന ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സിനെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മാസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. അതിനുള്ള ഗിമ്മിക്കുകളാണ് ഇതൊക്കെ. ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 60 വർഷത്തിന് മേളിലായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ കേരളത്തിൽ ഒരു ദിവസം എന്നാ താങ്കൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ചുമ്മാതാക്കിയതല്ല. തെരഞ്ഞെടുപ്പ് പൊതുപ്രവർത്തനം നടത്തി ഈ പറയുന്ന ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത് മുഖ്യമന്ത്രി ആളായതാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു ദിവസം സമാജ്വാദി പാർട്ടി പോയിട്ട് അത് കോൺഗ്രസിൽ നിന്ന് സമാജ്വാദി പാർട്ടി പോയി അന്നാ ഈ പറയുന്ന ഗവർണർ സ്ഥാനം കിട്ടാനായിട്ട് BJP പോകുന്ന അങ്ങനെ ഗവർണറോ അല്ലെ അങ്ങനെ മുഖ്യമന്ത്രിയോ ആളല്ല പിണറായി വിജയൻ. അത് ഇദ്ദേഹത്തൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. സബാസ്റ്റ്യൻ പോൾ സാർ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഭരണഘടനാപരമായ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. സബാസ്റ്റ്യൻ പോൾ സാർ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ സുവ്യക്തമായി പറഞ്ഞു. അദ്ദേഹം പാർലമെന്റേറിയൻ ആയിരുന്നു, ഭരണഘടനാ വിദഗ്ധനാണ്. ഞാൻ വായിച്ച ഭരണഘടനയ്ക്കകത്ത് ഇങ്ങനെ ഗവർണർക്ക് വിളിക്കാനുള്ള അവകാശമില്ല. ഒരാളിപ്പം കണ്ടു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒന്നും പറയാറില്ല എന്ന് കരുതി അധികാരം കയ്യിലെത്താനായിട്ടുള്ള പരിപാടി നടക്കില്ല. പണ്ട് ഇതുപോലൊരു വിഷയം ഉണ്ടായിരുന്നു. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ആൾക്കാരെ വിളിക്കുമായിരുന്നു. അപ്പൊ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞെന്താ പറയാ, കോൺഗ്രസിന്റെ പണ്ഡിറ്റ് നെഹ്റു ആ പണി വേണ്ട, ഇവിടെ ഭരിക്കാൻ ആൾ വേറെ ഉണ്ട് എന്ന് പറഞ്ഞ പാരമ്പര്യം ഈ രാഷ്ട്രീയ പാരമ്പര്യം ഈ രാജ്യത്തുണ്ട്. പക്ഷേ പാരമ്പര്യത്തെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ ഇവിടെ ഗവർണർക്ക് ഈ രീതിയിലുള്ള നടപടികൾക്ക് കരുത്ത് പകരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഒന്നും മാധ്യമങ്ങൾ, പിന്നെ മറുവശത്ത് പ്രതിപക്ഷം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഈ സുപ്രീം കോടതിയിൽ നടക്കം ഗവർണർക്ക് തിരിച്ചടി നേരിട്ട എല്ലാ കാര്യങ്ങളിലും നാട്ടിലെ പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് കലവറയില്ലാത്ത പിന്തുണയാണ് നൽകിയത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. നമ്മൾ കുറെ നാളുകളായി പറയുന്നത് എന്താ, കോൺഗ്രസ് എടുക്കുന്ന പണി ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പണിയാണെന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഈ ചാനലുകളെല്ലാം കയറി നടക്കുന്ന ഒരാളായിരുന്നു.
കഴിഞ്ഞ ദിവസം തൊട്ടുള്ള നറേറ്റീവ് എന്താണ്? തൃശൂർ സുരേഷ് ഗോപി ജയിച്ചു. കോൺഗ്രസിന്റെ നറേറ്റീവാ. ആര് കാരണമാണ് ജയിച്ചത്? പിണറായി വിജയൻ കാരണമാണ് ജനിച്ചത്. നാണോ മാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ ഇവർ പറയുമോ? നാണോ മാനോ ഉളുപ്പും ഈ പറയുന്ന കോൺഗ്രസിന്റെ 85,000 വോട്ടിൽ പരം കുറഞ്ഞത് അതിനവർക്ക് കാരണമില്ല. ആ കാരണം ഒരു റിപ്പോർട്ടായി വന്നതിന് പൊതുസമൂഹത്തിൽ ചർച്ചയില്ല. അതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഇതാണ്, ഇവരെ പണ്ട് തൊട്ടേ എടുക്കുന്ന പണി സംഘപരിവാറിന്റെ ഏജൻസി മാത്രമാണ് ഇവർക്കുള്ളത്. അതിപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ അതിഗംഭീര കക്ഷിയാന്ന് പറഞ്ഞത് ആരാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനല്ലേ? നമ്മളല്ലല്ലോ പറഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാനുമായി ഒരു തർക്കത്തിനോ ഒരു പ്രശ്നത്തിനോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല, സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് സംസ്ഥാന സർക്കാരിന്റെ വക്താവൊന്നുമില്ല ഞാൻ, പക്ഷെ എനിക്കറിയാം CPIM-നെ എനിക്കറിയാം. അല്ല, ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ വക്താവാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ നിയമപരമായ പ്രശ്നമാണല്ലോ ചൂണ്ടിക്കാട്ടിയതില്ല. അതിനകത്തൊരു ഭരണഘടനാപരമായ പ്രശ്നമുണ്ടല്ലോ. ഒരു സമാന്തര ഭരണകൂടം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു സംസ്ഥാനത്തിരിക്കുമ്പോൾ നടത്താൻ എങ്ങനെയാണ് ഗവർണർക്ക് അധികാരം വരിക, അല്ലെങ്കിൽ ഗവർണർക്ക് പറ്റുക? ഇന്നിപ്പോ പിണറായി വിജയന്റെ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണും ഈ പിപ്പിടി ഒന്നും ഇവിടെ നടക്കത്തില്ല. അല്ല, ഞാൻ വൈകുന്നേരം വാർത്താ സമ്മേളനം സ്വാഭാവികമായിട്ട് ഗവർണറുടെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, മാധ്യമങ്ങളുടെ അടുത്ത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗവർണർ വാർത്താ സമ്മേളനം നടത്താത്തത് എപ്പോഴാണ് ഒന്ന് പറഞ്ഞു? ഗവർണർ വാർത്താ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല മനു. ഗവർണർ വാർത്താ സമ്മേളനം നടത്തുന്നതിന് വലിയ ഗൗരവത്തിലൊന്നും ഈ നാട്ടിലുള്ളവർ ആരും എടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു, അതിനെന്ത് നടപടിയെടുത്തതെന്ന്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഹിന്ദു തിരുത്തലിറക്കിയിട്ടും ഈ മനുഷ്യൻ അതിൽ നിന്ന് വിട്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പറയേണ്ട സാധനം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം RSS പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ അതുകൊണ്ട് എടുക്കേണ്ടത് അതിഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരാളല്ല ഗവർണർ. ആ ഗവർണർ എന്ന പദവി വളരെ ഗൗരവമുള്ള പദവിയാണ്. പക്ഷെ അവിടെ ആരിയ്ക്കുന്നു എന്നുള്ളതിന് വലിയൊരു ചോദ്യമുണ്ട്. ആ ഇരിക്കുന്ന ആൾ മോശമായി പെരുമാറിയാൽ ആ ഗൗരവം അദ്ദേഹം കൊടുത്തില്ല എങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് ഗൗരവം കൊടുക്കാൻ പറ്റില്ല. ഇവിടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന വളരെ വ്യക്തമായ കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ പണി ഇവിടെ നടക്കത്തില്ല ആരിഫ് മുഹമ്മദ് ഖാനെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വ്യക്തമായി പറയാൻ പറ്റില്ല. പണി നടക്കത്തില്ല, ഭരണം നിങ്ങൾ കയ്യിലേക്കാമെന്ന് വിചാരിക്കണ്ട, ഇവിടെ ഞാനിവിടെ ഇരിപ്പുണ്ട്, ഇവിടെ CPIM ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട്. അപ്പൊ താങ്കൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കാണും, പക്ഷെ അത് കൈ വെച്ചിരുന്നാൽ മതി, ഇങ്ങോട്ട് ഇറക്കണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ആരെങ്കിലും ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ മതി. അത് നമ്മളെ കാണുകയാണെങ്കിൽ നേരിട്ട് വലിയ കാണുകയാണെങ്കിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക, അതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് പറയാനുള്ള മടിയുള്ള ആൾക്കാരല്ല ഇവിടെ ഉള്ളത്. ഈ പണി ഇവിടെ നടക്കത്തുമില്ല. ശരി, ഓക്കെ, താങ്ക് യു ലാൽകുമാർ.